ഇതാ എൻ്റെ തക്കാളി കൃഷിയെല്ലാം അങ്ങനെ പുരോഗമിച്ച് വരണുണ്ട്. ഇതാ എല്ലാം വലുതായി. അന്ന് ഞാൻ കുഞ്ഞു തക്കാളി തൈയാണ് നിങ്ങളെ കാണിച്ചിരുന്നത്. ഇതാ എല്ലാം വലുതായി. ഞാനിങ്ങനെ നിരനിരയെ നട്ടിട്ടുണ്ട്, അടുത്തടുത്തടുത്ത് നട്ടിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ വെള്ളരിയുടെ ഒരു ഭാഗവും കൂടി ഇങ്ങനെ പടർന്ന് കയറിയിട്ടുണ്ട്. ഞാനങ്ങ് വിട്ടേക്കുവാണ്. കാരണം തക്കാളി ഇനി അങ്ങ് പടർന്നങ്ങ് മുകളിലോട്ടങ്ങ് വളർന്ന് മുകളിലോട്ട് പൊയ്ക്കോളും. പിന്നെ വെള്ളരി താഴെയല്ലേ, അതിൻ്റെ മൂടിലൊക്കെ ചുറ്റിയും പറ്റിയൊക്കെ അത് നിന്നോളും. അതുകൊണ്ട് ഞാൻ അതിനെ ഒന്നും തടസ്സം ചെയ്തില്ല. അതും കൂടെ അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുവാണേ. അതുകൊണ്ട് തക്കാളിയെല്ലാം മൊട്ടുമിട്ടിട്ടുണ്ടേ. ഇതാ മൊട്ടിട്ടിട്ടുണ്ട്, പൂവും വിരിഞ്ഞിട്ടുണ്ട്. ഇതാ മൊട്ടിട്ട് പൂവൊക്കെ വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കായ്കളും അതാ വന്നിട്ടുണ്ട്. ഞാനൊരു പടലൊക്കെ ഇട്ട്, അതായത് ഒരു കമ്പൊക്കെ എടുത്ത് അതിനൊരു തടയൊക്കെ കൊടുത്ത് ഞാനിങ്ങനെ മുകളിലോട്ടുമൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ കായ്ക്കാനുള്ള പരുവമായതുകൊണ്ട് അതിനുള്ള സംവിധാനം ഞാനൊന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. ഇതാ കണ്ടോ, മൊട്ടിട്ട് പൂ വിരിഞ്ഞ് നിൽക്കുന്നു. ഇതിൻ്റെ അടിയിൽ കുഞ്ഞ് തക്കാളികൾ ഇനിയിപ്പോൾ ഇന്നോ നാളെയോ ഇതിൻ്റെ പൂ വീണ് കഴിഞ്ഞാൽ ആ കുഞ്ഞ് തക്കാളി അതിൽ വന്നു തുടങ്ങും. ഇതാ ഇവിടെയും വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10-20 മൂട് തക്കാളി ഞാൻ നട്ടിട്ടുണ്ട്. കാരണം ഏതെങ്കിലുമൊക്കെ കായ്ക്കുമ്പോൾ നമുക്ക് എടുക്കാമല്ലോ. 1-2 കായ്ച്ചില്ലെങ്കിലും ബാക്കിയുള്ളത് കായ്ക്കുമ്പോൾ നമുക്ക് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇച്ചിരി ആവശ്യം പോലെ നട്ടിട്ടുണ്ടേ. ഇതാ കണ്ടോ, കായ്ച്ചു തുടങ്ങിയതുണ്ട്, പൂ വന്നതുണ്ട്. ഇതിലെല്ലാം മൊട്ട് വരാറുമായിട്ടുണ്ട്. പല പല സെക്ഷനായിട്ടാണ് ഞാൻ നട്ടേക്കുന്നത്. കാരണം ഒന്ന് കായ്ച്ചു കഴിഞ്ഞ് അതിൻ്റെ കാവലം തീരുമ്പോൾ അടുത്തതിന് ഉള്ള പാകത്തിന് കണക്കാക്കിയാണ് ഞാൻ ഈ തക്കാളി നില ഞാൻ എല്ലാ കൃഷിയും അങ്ങനെയാണ് ചെയ്യുന്നത്. ചീരയായാലും അങ്ങനെ തന്നെ. ആദ്യത്തെ ഒരു വിളവെടുപ്പ് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അത് കണക്കാക്കിയാണ് ഞാൻ നടുന്നത്. ഓക്കെ, അപ്പോൾ ഇനി തക്കാളി കാച്ചിട്ട് തക്കാളിപ്പഴങ്ങളുടെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാവേ.